മലയാളി പഞ്ചാഗ്നി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അതിക്ക് മുമ്പ് നിങ്ങളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാട്ടോ. നാളെ നമ്മുടെ പഞ്ചാഗ്നി എപ്പിസോഡ് ഇല്ലാട്ടോ, മറിച്ച് തിങ്കളാഴ്ചയാണ്. നാളെ അതിന് പകരം നമ്മുടെ സുഗമോദേവി മഹാ എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത്. അപ്പം എന്തായാലും നമ്മുടെ പഞ്ചാഗ്നി പുത്തൻ പ്രൊമോയില് നമ്മുടെ കലാവതിയുടെ പദ്ധതികളൊക്കെ തകിടം മറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. നമ്മുടെ കലാവതിക്ക് ഇങ്ങനെ പൈസയ്ക്ക് ആർത്തി മുതൽ നമ്മുടെ സിസിലിയോട് പറയുന്നുണ്ട്, എത്രയും വേഗം ആ ഒരു സ്വർണ്ണങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടുവരണം, നീ എത്രയും വേഗം ഒരു ഓപ്പറേഷൻ ഒന്ന് നടത്തുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിസിലി ഭയങ്കര ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കലാവതി ഒന്ന് നിർത്തടി ചളി, ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് താ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കലാവതി ഇങ്ങനെ പുച്ഛിച്ച് തള്ളി വിടുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ സിസിലി അപ്പോൾ വീട്ടിൽ ചെന്നപാടെ തന്നെ ആ ഒരു അലമാരിയിൽ നിന്ന് സ്വർണ്ണമൊക്കെ എടുക്കുക കേട്ടോ. ആ ഒരു സെയിം സമയത്ത് നമ്മുടെ അമൃത ആ ഒരു മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അമൃതയാണെങ്കിൽ ഭയങ്കര നിരാശയിലാട്ടോ കടന്നു വരുന്നത്. ഇനി എന്താണ് അവിടെ സംഭവിച്ചിരിക്കുക? മിക്കവാറും നമ്മുടെ അഭിമന്യുവിനെ കാണാൻ പോയിട്ട് അഭിമന്യു എന്തെങ്കിലും പിണങ്ങി വിട്ടതായിരിക്കാം ആ ഒരു നിരാശയ്ക്ക് പിന്നിൽ. എന്തായാലും നമ്മുടെ അമൃത ഭയങ്കര നിരാശയിലാണ് ആ മുറിയിലേക്ക് വരുന്നത്. അമൃത അപ്പോൾ വരുമ്പോൾ കാണുന്നത് ആ ബെഡിൽ ഇങ്ങനെ ആ ഒരു സ്വർണ്ണ പെട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന ദൃശ്യം കേട്ടോ. നമ്മുടെ സിസിലിയെ കാണുന്നില്ല, നമ്മുടെ സിസിലി ബാത്റൂമിൽ കയറി നിൽക്കുന്ന ദൃശ്യം നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അമൃതയുടെ കണ്ണിൽ നമ്മുടെ സിസിലി പെടുമോ ഇല്ലയോ? ഇനിയിപ്പോ സിസിലി നമ്മുടെ അമൃത കണ്ടാൽ തന്നെ സിസിലി വല്ല നുണക്കഥകൾ പറയും. അത് വെള്ളം തൊടാതെ നമ്മുടെ അമൃതയും പഞ്ചരത്നങ്ങളൊക്കെ വിഴുങ്ങുകയും ചെയ്യും, നമ്മുടെ കലാവതി രക്ഷപ്പെടുകയും ചെയ്യും. ഇനി വേണമെങ്കിൽ നമ്മുടെ സിസിലി അതും നമ്മുടെ ചന്ദ്രന്റെ തലയിലാക്കിയാൽ അതും ഈ പൊട്ടത്തികൾ വിശ്വസിക്കും അല്ലേ. അത്രയ്ക്കും മണ്ടത്തിമാരുടെ ഒരു കഥയാണെന്ന് നമുക്ക് എന്തായാലും ഇത്രയും നാളത്തെ ഒരു കാര്യത്തിൽ മനസ്സിലായതാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം സിസിലി ഇനി ആരുടെ തലയിൽ ഇടും, ഇനി സിസിലിയെ പിടിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതേപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.